നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ യുഎസ് ആക്രമണം നടത്തുമോ? ദിവസങ്ങളായി ലോകം ഭീതിയോടെ ഉയർത്തിയ ചോദ്യത്തിനാണ് ഇന്ന് പുലർച്ചെ ഉത്തരമായത്. ഇനി എന്ത് എന്നത് അതിലേറെ പ്രധാനമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യുഎസ് ഇടപെട്ടതോടെ യുദ്ധം വ്യാപിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെയും നിർദ്ദേശം തള്ളിയാണ് യുഎസ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ നീക്കം വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇറാനിലെ അമേരിക്കൻ ബോംബാക്രമണത്തിന് അടിസ്ഥാന സാഹചര്യമെല്ലാം ഒരുക്കിയത് ഇസ്രായേൽ. ഇറാൻ സമയം പുലർച്ചെ 2:30 അമേരിക്കയുടെ ആക്രമണം. 3 ആണവ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് ഒരേ സമയം ബോംബിട്ടു. ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിയായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ വൈകിട്ട് 6 മണിയും. എല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിലയിരുത്തി. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസവും തുടർന്നിരുന്നു. ഇറാന്റെ തെക്കൻ മേഖലയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഫോർഡോ ആണവ കേന്ദ്രത്തിലേക്കുള്ള വ്യോമവഴിയായിരുന്നു ഇത്. ഈ ആകാശവഴിയിലെ എല്ലാ ഇറാൻ പ്രതിരോധവും തകർക്കാനായിരുന്നു ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം. അങ്ങനെ ഇസ്രായേൽ തകർത്ത വഴിയിലൂടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പുലർച്ചെയെത്തി. ഒരു വെല്ലുവിളിയുമില്ലാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് മടങ്ങി. വലിയ നാശനഷ്ടമുണ്ടായെന്നാണ് സൂചന. ഇറാനും ആക്രമണം സ്ഥിരീകരിച്ചു. യുഎസിന്റെ B-2 ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളത്തിൽ നിന്നും പറന്നുയർന്ന് തകർത്തത് 3 ആണവ കേന്ദ്രങ്ങൾ. ഫോർഡോ തകർന്നു എന്ന ട്രംപിന്റെ വാക്കുകളിൽ എല്ലാം നിറഞ്ഞു. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയമാണ് ഫോർഡോ. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർഡോയെ ചാമ്പലാക്കി. ഇത് തിരിച്ചറിഞ്ഞ് ഇറാൻ ഈ മേഖലയിൽ നിന്നും എല്ലാം മാറ്റിയെന്നും സൂചനകളുണ്ട്. നദാൻസ് ആണവ നിലയവും ആക്രമിച്ചു. ഫോർഡോ എന്ന ഗ്രാമത്തിൽ ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രമാണ് ഇറാൻ ഒരുക്കിയത്. ഇറാന്റെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് ഫോർഡോയെ കരുതുന്നത്. ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ ക്വാം എന്ന പ്രദേശത്തെ പർവ്വതനിരയിലാണ് ഫോർഡോ ആണവ നിലയം. ഈ ഭൂഗർഭ അറയിൽ നടക്കുന്നതിനെ കുറിച്ച് ഇസ്രായേലോ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ കൃത്യമായ വിവരമില്ല. അതുകൊണ്ടാണ് ഇതിനെ തകർത്തത്. പ്രിസിഷൻ ബോംബാക്രമണമാണ് ഫോർഡോയെ തകർത്തത്. ഇറാന്റെ മറ്റു ലക്ഷ്യങ്ങളല്ല ആണവ കേന്ദ്രങ്ങളാണ് യുഎസിന്റെ ഉന്നം. അവയെല്ലാം ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലുമാണ്. ഇതിൽ പ്രധാനമായിരുന്നു ഫോർഡോ. ഭൂമിക്കടിയിലെ സങ്കേതങ്ങൾ തുരന്നു ചെന്ന് തകർക്കാൻ കഴിയുന്ന ബോംബ് പ്രയോഗിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിലും ബോംബിട്ടതായി ട്രംപ് തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയത്. യുഎസിന്റെ B-2 ബോംബർ വിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബുകളുമാണ് ഫോർഡോ ഉൾപ്പെടെ തകർത്തതെന്നും വ്യക്തമാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെല്ലാം സർജിക്കൽ സ്ട്രൈക്കുകളായിരുന്നു. കൃത്യമായ സ്ഥലം നിർണയിച്ച് നടത്തുന്ന വ്യോമാക്രമണം. ലക്ഷ്യം തകർത്താൽ പിന്നെ അതിവേഗം തിരിച്ചെത്തും. പിന്നീട് പ്രകോപനത്തിനും പോകില്ല. ഇതേ രീതിയിലാണ് അമേരിക്കയും എടുത്തതെന്നാണ് വിലയിരുത്തൽ. ഇനി ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ തുടരാക്രമണം ഇസ്രായേൽ നടത്തില്ല. ഇറാനെതിരെയുള്ള യുദ്ധമല്ല അമേരിക്കയും ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കിയാൽ ഉള്ള ഭീഷണി മനസ്സിലാക്കിയുള്ള പ്രതികരണം. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തകർക്കാനായിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഇന്ത്യ തകർത്തത്. പഹൽഗാമിലെ തിരിച്ചടി വലുതായിരുന്നു. ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ഇതോടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും തകർത്തു. ഇത് തന്നെ അമേരിക്കയുടെയും ഇറാനിലെ ആക്രമണ തന്ത്രം. ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിച്ചത്. ഇതിന് പകരം ഇറാൻ തിരിച്ചടിച്ചാൽ കടുത്ത പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം എപ്പോഴും ഭൂമിക്കടിയിലായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മിക്ക ചാര ഏജൻസികളും പുറമേക്ക് കാണുന്ന കെട്ടിടത്തിന്റെ താഴെ പല നിലകൾ പണിത് അവിടെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാമായിരുന്നു ഇറാനും ചെയ്തത്. ഫോർഡോയിൽ അതിശക്തമായ ആണവ കേന്ദ്രമുണ്ടായിരുന്നു. ആണവ പരീക്ഷണങ്ങൾക്കപ്പുറം സൂക്ഷിപ്പ് കേന്ദ്രം. മല തുറന്ന് ആഴങ്ങളിലേക്ക് അതിഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എവിടെ എത്തിയെന്നാണ് റിപ്പോർട്ട്. കോൺക്രീറ്റ് കരുത്തിലുണ്ടാക്കിയ ആണവ നിലയം തകരുകയും ചെയ്തു. ഇറാന്റെ കോൺക്രീറ്റ് ശക്തിയായിരുന്നു ഫോർഡോയിലെ ആണവ നിലയം എന്നതാണ് വസ്തുത. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വെളിപ്പെടുത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് നൽകിയത് സർജിക്കൽ സ്ട്രൈക്കിന്റെ സൂചനയാണ്. തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് യുഎസ് ആക്രമണം നടത്തിയത്. ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെന്നും ട്രംപ് പറഞ്ഞു.
US-നല്ലാതെ ലോകത്ത് ഒരു സൈന്യത്തിനും ഇത്തരത്തിലൊരു ദൗത്യം നടത്താനാകില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇനി സമാധാനത്തിനുള്ള സമയമാണെന്ന് എടുത്തു പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം US ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഫോർഡോയിൽ ആക്രമണം നടത്തണമെങ്കിൽ ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമാണ്. ഇതിനെ വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളെ US ഗുവാഹമിലെ സൈനിക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് US നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത്. നേരത്തെ ആക്രമണത്തിൽ പങ്കുചേരുന്നത് സംബന്ധിച്ച് 2 ആഴ്ച സമയം വെച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതെന്നും വ്യക്തമല്ല. ഇറാൻ ഇസ്രായേൽ സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് US ആക്രമണത്തിൽ പങ്കാളിയാകുന്നത്. ഇതോടെ യുദ്ധത്തിന്റെ രൂപം തന്നെ മാറിയേക്കാം. 3 ആണവ നിലയങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തി. നദാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ ആണവ നിലയങ്ങളിലാണ് ആക്രമണം നടത്തിയത്. എല്ലാ വിമാനങ്ങളും ആക്രമണത്തിന് ശേഷം ഇറാന്റെ വ്യോമ പരിധിയിൽ നിന്ന് പുറത്തെത്തി. അമേരിക്കൻ സൈനികരെ അഭിനന്ദിക്കുന്നു. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലെ സൈന്യത്തിനും ഇത് ചെയ്യാനാകില്ല. ഇനി സമാധാനത്തിന്റെ സമയമാണ് എന്നാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞത്. ഇറാൻ ഇസ്ഫഹാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണവ നിലയത്തിന് കേടുപറ്റിയിരുന്നു. 2ാം തവണയാണ് ഈ ആണവ കേന്ദ്രത്തിൽ ബോംബിടുന്നത്. ഇതിനൊപ്പം കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളിൽ ഇറാൻ സേനയിലെ മുതിർന്ന കമാൻഡറായ സയ്യിദ് ഇസാദി കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നു. ഇതെല്ലാം ഇറാന്റെ വ്യോമ പ്രതിരോധം തകർക്കാനായിരുന്നു. അതായത് അമേരിക്കൻ ആക്രമണത്തിന് എല്ലാ ഭൗതിക സാഹചര്യവും ഇസ്രായേലാണ് ഒരുക്കിയത്. അമേരിക്കൻ ആക്രമണ പദ്ധതി ഇസ്രായേൽ മുൻകൂട്ടി അറിഞ്ഞുവെന്നാണ് സൂചന. ഇറാനെതിരെ US ആക്രമണങ്ങളിൽ B-2 ബോംബറുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള B-2 ബോംബർ വിമാനങ്ങളാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. ഇനി അമേരിക്ക ഹൂത്തികളെയും ആക്രമിച്ചേക്കും. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുമെന്ന് യമനിലെ ഹൂത്തി വിമതരുടെ മുന്നറിയിപ്പ് അമേരിക്ക ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഇസ്രായേലിനൊപ്പം ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കെടുത്താൽ ഹൂത്തി സായുധ സേന ചെങ്കടലിൽ അവരുടെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടും. ഹൂത്തി സൈനിക വക്താവ് സഹിയ സരി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിന് പിന്നാലെ US ഹൂത്തികൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് അമേരിക്കയും ഹൂത്തികളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയത്. ചെങ്കടലിലും ബാബ് അൽ മദബ് കടലിടുക്കും ഇരു കക്ഷികളും പരസ്പരം ആക്രമണത്തിലേർപ്പെട്ടില്ലെന്നാണ് കരാർ. നിലവിൽ വന്നതോടെ ഹൂത്തികൾക്ക് നേരെയുള്ള ബോംബാക്രമണം US നിർത്തിയിരുന്നു. ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ 40% ചെങ്കടൽ വഴിയുള്ളതാണ്. ചെങ്കടലിലെയും മെഡിറ്ററേനിയൻ കടലിലെയും ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ആഗോള വിപണിയിൽ പ്രത്യാഘാതമുണ്ടാക്കും. നേരത്തെ ഹൂതി ആക്രമണത്തെ തുടർന്ന് കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ കൂടുതൽ യാത്ര ചെയ്താണ് സഞ്ചരിച്ചത്.